പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് വളരെയേറെ ഗൗരവം നിറഞ്ഞൊരു വിഷയമാണ്. അഥവാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സിഹിർ ബാധിച്ചാൽ ഉണ്ടാകുന്ന 12 അടയാളങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ സിഹിർ ബാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആത്മീയ വഴിയും പറയുന്നുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും ഒരുമയും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പറഞ്ഞവരൊക്കെ കമന്റിൽ ഒരു അൽഹംദുലില്ലാ എഴുതി വിടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് വളരെയേറെ ഗൗരവം നിറഞ്ഞൊരു വിഷയമാണ്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സിഹിർ ബാധിച്ചു കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാകുന്ന 12 അടയാളങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ സിഹിർ ബാധിച്ചാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആത്മീയമായ വഴികൾ എന്തൊക്കെയാണെന്നും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സിഹിർ എന്ന് പറയുന്നത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു വിഷയമാണ്. സിഹിർ കടുത്ത തെറ്റാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 7 വൻപാപങ്ങള് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സിഹിർ എന്ന് പറയുന്നത്. തന്റെ സഹോദരൻ നശിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ മറ്റുള്ളവർ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അവരുടെ സന്തോഷം നഷ്ടപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് സിഹിർ എന്ന് പറയുന്നത്. സിഹിർ ചെയ്താൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ശിക്ഷ നൽകുമെന്നൊക്കെ മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും അത്തരം നീചമായ പ്രവൃത്തിയിലേക്ക് പോകരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സിഹിർ ബാധിച്ചു കഴിഞ്ഞാൽ കാണുന്ന ഒന്നാമത്തെ അടയാളം എന്ത് പറഞ്ഞാലും പരസ്പരം ദേഷ്യപ്പെടുക എന്നുള്ളതാണ്. ഭർത്താവ് ഭാര്യയോടും ദേഷ്യപ്പെടും, ഭാര്യ ഭർത്താവിനോടും ദേഷ്യപ്പെടും. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിസാരമായ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുകയും ചീത്ത വിളിക്കുകയും ശണ്ട കൂടുകയും അത് ത്വലാഖിലേക്ക് വരെ എത്താനും കാരണമാകും. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ രണ്ടാമത്തെ വിഷയം, പരസ്പരം സൗന്ദര്യമില്ല എന്നുള്ള ഒരു തോന്നല് മനസ്സിൽ വന്നുകൂടുക എന്നുള്ളതാണ്. ഭർത്താവ് നല്ല ഭംഗി ഉണ്ടാവും, നല്ല ഗ്ലാമർ ഉണ്ടാവും, ഭാര്യ നല്ല ഗ്ലാമർ ഉണ്ടാവും. പക്ഷെ ഭാര്യക്ക് തോന്നാണ് എന്റെ ഭർത്താവ് ഭംഗിയില്ല, ഭർത്താവിന് തോന്നാണ് എന്റെ ഭാര്യ ഭംഗിയില്ല എന്നുള്ളത്. നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും, പക്ഷേ അവർക്ക് പരസ്പരം അങ്ങനെ തോന്നും. ഇത് സിഹിർ ബാധിച്ചതിന്റെ അടയാളമാണ്. മൂന്നാമത്തെ അടയാളം, ഓരോ ദിവസവും സ്നേഹം കുറഞ്ഞു വരിക എന്നുള്ളതാണ്. നല്ല സ്നേഹത്തിൽ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് പെട്ടെന്ന് ഒരു നിമിഷം സ്നേഹം കുറയുകയാണ്. അങ്ങനെ ഓരോ ദിവസവും സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം എന്തോ ഒരു പൈശാചികമായ ശർറ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നെങ്കിൽ സിഹറാവാം, അല്ലെങ്കിൽ പിശാചിന്റെ ബാധയാവാം, അതല്ലെങ്കിൽ പിശാചുക്കളായ ജിന്നുകളുടെ ശർറ് അവരുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ നാലാമത്തെ ഒരു വിഷയമാണ് ജോലിക്ക് പോകാതിരിക്കുക എന്നുള്ളത്. ജോലിക്ക് പോയാൽ സാലറി കിട്ടും, ജോലിക്ക് പോയാലാണ് കൂലി കിട്ടുക. കൂലി കിട്ടിയാൽ ഭാര്യയെ മക്കളെ നോക്കാം. പക്ഷെ ഇവർക്ക് അങ്ങനത്തെ ചിന്തയുണ്ടാവില്ല. ഭാര്യയെ സംരക്ഷിക്കണം, മക്കളെ നോക്കണം, വീട് നോക്കണം, ഇങ്ങനത്തെ ഒരു ചിന്തയെ ഭർത്താവിനുണ്ടാവില്ല. കുടുംബക്കാരെ കുറിച്ച് ഒരു ചിന്ത ഉണ്ടാവില്ല. ഇതും പിശാച് ബാധയുടെ അടയാളമാണ്, അതല്ലെങ്കിൽ സിഹിറിന്റെ അടയാളമാണ്. അഞ്ചാമത്തെ കാര്യം, ഭാര്യക്ക് വീടിന്റെ വിഷയത്തിൽ, വീട്ടുകാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. ഭർത്താവ് രാവിലെ ജോലിക്ക് പോകും, ഭർത്താവിന് വീട്ടിലത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നവനെ ജോലിക്ക് പോകാൻ കഴിയൂല. അപ്പൊ ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് ഭാര്യക്ക് വീട്ടിലെ ഒരു ശ്രദ്ധ ഉണ്ടാവൂല. വീട്ടിലുള്ള ഭക്ഷണ സാധനങ്ങൾ തീർന്നോ എന്നുള്ള ശ്രദ്ധ ഭാര്യക്ക് ഉണ്ടാവൂല. മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവൂല.
മക്കളുടെ പഠന വിഷയത്തിൽ ശ്രദ്ധ ഉണ്ടാകൂല, വസ്ത്രത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവൂല, വീട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവൂല, മടി പിടിച്ചു നടക്കുകയാണ്. ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കാം എന്തോ ഒരു പിശാചി ബാധ, എന്തോ ഒരു ഷെറ് ഭാര്യക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആറാമത്തെ അടയാളം, ഒരാൾക്ക് മറ്റൊരാളോട് പെട്ടെന്ന് വെറുപ്പാവുക. ഒരു കുഴപ്പമുണ്ടാവൂല, നല്ല സ്നേഹത്തോടെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. പക്ഷെ പെട്ടെന്ന് ഭാര്യക്ക് ഭർത്താവിനോട് വെറുപ്പ് വരിക. സ്നേഹം കുറയുക മാത്രമല്ല, പെട്ടെന്ന് വെറുപ്പ് വരിക. അതോടൊപ്പം തന്നെ ഭർത്താവിന് ഭാര്യയോടും പെട്ടെന്ന് വെറുപ്പ് വരിക. ഇതും ഇങ്ങനെ പിശാച് ബാധയുടെ അടയാളമാണ്. ഏഴാമത്തെ അടയാളം, പരസ്പരം കാണുന്നത് പോലും ഇഷ്ടമുണ്ടാവൂല. ഭർത്താവ് വീട്ടിലേക്ക് വരുന്നത് ഭാര്യക്ക് ഇഷ്ടമുണ്ടാവൂല. അതുപോലെ തന്നെ ഭാര്യ വീട്ടിൽ നിന്ന് വിരുന്നു പോകുന്നതായിരിക്കും ഭർത്താവിന് കൂടുതൽ ഇഷ്ടമുണ്ടാവുക എന്നുള്ളതാണ്. സാധാരണ ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ വേണം, എൻ്റെ ഭർത്താവിനോട് കൂടുതൽ സംസാരിക്കണം, എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യണമെന്നാണ് സ്നേഹമുള്ള ഭാര്യമാർ ആഗ്രഹിക്കുന്നത്. എന്നാൽ എന്തോ ഒരു പിശാച് ബാധ ഏറ്റുകഴിഞ്ഞാൽ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നത് ഭാര്യക്ക് ഇഷ്ടമുണ്ടാവൂല, ഭർത്താവിന്റെ കൂടെ സംസാരിക്കുന്നത് ഭാര്യക്ക് ഇഷ്ടമുണ്ടാവൂല, ഭർത്താവിന്റെ കൂടെ ഇരിക്കുന്നത് ഭാര്യക്ക് ഇഷ്ടമുണ്ടാവൂല, ഭർത്താവിന്റെ കൂടെ യാത്ര പോകുന്നത് ഭാര്യക്ക് ഇഷ്ടമുണ്ടാവൂല, ഭർത്താവിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് ഭാര്യക്ക് ഇഷ്ടമുണ്ടാവൂല, ഭർത്താവിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്നത് ഭാര്യക്ക് ഇഷ്ടമുണ്ടാവൂല. തിരിച്ചുങ്ങനെ തന്നെയാണ്, ഭർത്താവിനും ഭാര്യയോട് ചെലവഴിക്കുന്നത് ഇഷ്ടമുണ്ടാവൂല, യാത്ര പോകുന്നത് ഇഷ്ടമുണ്ടാവൂല. ഇതൊക്കെ എന്തോ ഒരു പിശാച് ബാധയാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതുപോലെ എട്ടാമത്തെ അടയാളം, ശാരീരികമായ ബന്ധത്തിൽ താല്പര്യം കുറവ് എന്നുള്ളതാണ്. നല്ല താല്പര്യം ഉണ്ടാവും, ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു ബന്ധപ്പെടുന്ന സമയത്തൊക്കെ. പക്ഷെ പെട്ടെന്ന് ഭാര്യക്ക് ഭർത്താവിനോട് താല്പര്യമില്ല, ഭർത്താവിന് ഭാര്യയോടും താല്പര്യമില്ല. ഇനി അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ബന്ധപ്പെടാൻ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ വരിക. ഇതും പിശാച് ബാധയുടെ അടയാളമാണ്, അതല്ലെങ്കിൽ സിഹിറിന്റെ അടയാളമാണ്. ഒമ്പതാമത്തെ അടയാളം, എപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർക്ക് ടെൻഷൻ ആയിരിക്കും. എപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർക്ക് സങ്കടമായിരിക്കും, എപ്പോഴും വിഷമായിരിക്കും. ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു അസുഖം ഉണ്ടാവില്ല, നല്ല ആരോഗ്യവാന്മാരായിരിക്കും, നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, അതുപോലെ തന്നെ നല്ല വീടായിരിക്കും, നല്ല വാഹനം ഉണ്ടാകും, നല്ല സ്വാലിഹീങ്ങളായ മക്കളായിരിക്കും. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർക്ക് എപ്പോഴും വിഷമങ്ങളായിരിക്കും, എപ്പോഴും ടെൻഷൻ ആയിരിക്കും. ഹോസ്പിറ്റലിൽ പോയാൽ അതിന് മരുന്ന് കാണൂല. കാരണം എന്താ? ഇത് പിശാചിന്റെ ഷർറാണ്. ഇതിന് പൈശാചികമായ ബാധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചികിത്സയാണ് ഭാര്യ ഭർത്താക്കന്മാർ തേടേണ്ടത് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പത്താമത്തെ അടയാളം, കൂടെ മൂന്നാമത് ഒരാളുണ്ട് എന്നുള്ള ഒരു തോന്നല്. ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭാര്യക്ക് തോന്നാണ് ഞങ്ങളെ കൂടെ വേറെ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത്. അതുപോലെ ഭർത്താവിന് തോന്നാണ് ഞങ്ങളെ കൂടെ വേറെ ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നലാണ്. അത് ചിലപ്പോൾ ശരിയായിരിക്കാം. കാരണം പിശാചുക്കളായ ജിന്നുകൾ നമ്മളെ ഉപദ്രവിക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം പറഞ്ഞിട്ടുണ്ട്, പിശാചുക്കളായ ജിന്നുകൾ ഭാര്യയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമെന്നാ പറയുന്നത്. അങ്ങനെ ബന്ധപ്പെടാൻ ശ്രമിക്കാനുള്ള കാരണം ഈ ഭാര്യ ചിലപ്പോ അനാവശ്യമായ മ്യൂസിക്കുകൾ, അതുപോലെ തന്നെ അനാവശ്യമായ സീരിയല്, അനാവശ്യമായ പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ടാവും. അങ്ങനത്തെ സ്ത്രീകളെ കൂടുതൽ പിശാചുക്കൾ സ്വാധീനിക്കുമെന്ന് വലിയ ആരിഫ്യങ്ങൾ പറയുന്നതായി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് കൂടെ ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ 12ാമത്തെ അടയാളം, എപ്പോഴും സംശയമായിരിക്കും. ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു അവിഹിത ബന്ധം ഉണ്ടാവില്ല. ഭാര്യക്ക് ഒരു അവിഹിത ബന്ധം ഉണ്ടാവില്ല, ഭർത്താവിന് ഒരു അവിഹിത ബന്ധം ഉണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭർത്താവിന് ഭാര്യയോട് സംശയമായിരിക്കും. അതുപോലെ തന്നെ ഭാര്യക്ക് ഭർത്താവിനോടും സംശയമായിരിക്കും. ഇങ്ങനെ പരസ്പരം സംശയം വന്ന് അത് ഡിവേഴ്സിലേക്ക് വരെ എത്താൻ കാരണമാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരുടെ ദാമ്പത്യ ജീവിതത്തിലും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. ഇങ്ങനെ എത്ര ഭാര്യ ഭർത്താക്കന്മാര് സങ്കടം പറഞ്ഞിട്ടുണ്ടെന്നറിയോ? എത്ര ഭാര്യ ഭർത്താക്കന്മാര് വിഷമം പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഉസ്താദെ, ഞങ്ങള് എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നവരായിരുന്നു, എത്ര സമാധാനത്തോടെ ജീവിക്കുന്നവരായിരുന്നു. ഇപ്പൊ ഞങ്ങളെ ജീവിതത്തിൽ വല്ലാത്ത പരാജയമാണ്. പരസ്പരം സ്നേഹമില്ല, പരസ്പരം സംസാരമില്ല, യാത്ര പോകൂല, പരസ്പരം ഇരുന്ന് ഭക്ഷണം കഴിക്കൂല എന്നൊക്കെ എത്ര ആളുകളാണ് സങ്കടം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവെ, എല്ലാവർക്കും നീ രക്ഷ നൽകണേ റഹ്മാനെ. ഇനി എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനത്തെ പ്രയാസങ്ങൾ വരുമ്പോ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില അമലുകൾ ഉസ്താദുമാര് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ മുമ്പ് എന്നെ മുത്തു മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അള്ളാ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ദാറുൽ മുബീൻ യൂട്യൂബ് ചാനലിൽ വിശാലമായ
ദിക്ർ ദുആ മജ്ലിസ് നടക്കും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം. അതിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിയിട്ടുണ്ട്. ഭർത്താവ് സ്നേഹിക്കുന്നില്ല എന്ന് സങ്കടം പറഞ്ഞവരുടെ ഭർത്താവ് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാര്യയുടെ സ്വഭാവം നന്നായിട്ടുണ്ട്. മക്കൾക്ക് നല്ല ജോലി ലഭിച്ചിട്ടുണ്ട്. വിവാഹ ജീവിതത്തിലൊക്കെ വലിയ ബറക്കത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ ആ മജ്ലിസിൽ കൂടെ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി രാവിലെ 6 മണിക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ തിരക്കൊക്കെ ഒഴിഞ്ഞ് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആ മജ്ലിസിൽ പങ്കെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി എന്റെ പ്രിയമുള്ളവരെ, പിശാച് ബാധ അതുപോലെ തന്നെ സിഹറൊക്കെ ഏറ്റിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ചില ആത്മീയമായ ടിപ്സുകളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത് ചെയ്യേണ്ടത്, പരിശുദ്ധ ഖുർആനിലെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ഒരു ആയത്തുണ്ടല്ലോ യാസീൻ സൂറത്തില്. ആ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ളത് 6666 പ്രാവശ്യം ഓതുക. അങ്ങനെ ഓതിയിട്ട് വെള്ളത്തിൽ ഊതുക. വെള്ളത്തിൽ ഊതി ആ വെള്ളം ഭാര്യയും ഭർത്താവും കുടിക്കുക. ഒരാൾ ചെയ്താൽ മതി, ഭാര്യ ചെയ്താലും കുഴപ്പമില്ല, ഭർത്താവ് ചെയ്താലും കുഴപ്പമില്ല. 6666 പ്രാവശ്യം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് ഓതുക. വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. ആ വെള്ളം ഭാര്യയും ഭർത്താവും കുടിക്കുക. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു സൂറത്താണല്ലോ സൂറത്തുൽ മുസമ്മിൽ. ആ മുസമ്മിൽ സൂറത്തും 21 പ്രാവശ്യം പാരായണം ചെയ്യണം. ഒരു ദിവസം 21 പ്രാവശ്യം പാരായണം ചെയ്ത് വെള്ളത്തിലേക്ക് ഊതുക, മന്ത്രിക്കുക. അതിനുശേഷം ആ വെള്ളം ഭാര്യയും ഭർത്താവും കുടിക്കുക. അതിനെന്ത് ചെയ്താൽ മതി? ഒരാൾ 6666 പ്രാവശ്യം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് ചൊല്ലുക. ഒരാൾ 21 പ്രാവശ്യം സൂറത്തുൽ മുസമ്മിൽ ഓതുക. എന്നിട്ട് അങ്ങനെ വെള്ളത്തിൽ മന്ത്രിച്ചൂതിയാൽ മതി. അങ്ങനെയും ചെയ്യാവുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ സൂറത്തുൽ ബഖറ വീട്ടിൽ ഓതണം. സൂറത്തുൽ ബഖറ എല്ലാ ദിവസവും മുഴുവനായി ഓതാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. കാരണം ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്തുൽ ബഖറയാണ്. ഒരു 2 പേജെങ്കിലും ഓതാൻ ശ്രമിക്കുക ഒരു ദിവസം. അതുപോലെ തന്നെ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക, ആമിൻ റസൂൽ പാരായണം ചെയ്യുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ധാരാളം ദിക്റുകൾ ചെല്ലുക. ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ജീവിതം മുന്നോട്ട് നയിക്കുന്ന സമയത്ത് അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഹറാമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പലിശയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് ഒക്കെ ധാരാളം പാരായണം ചെയ്യുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹിനോട് എപ്പോഴും ദ്വരക്കണം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടിയിട്ട്. കാരണം ദാമ്പത്യ ജീവിതം തകർന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? നമ്മളെ ജീവിതം തകരൂലേ? നമ്മളെ ജീവിതം തകർന്ന് തരിപ്പണമായി പോകുമെന്നുള്ളതാണ്. ഭർത്താവ് ഒരു സ്ഥലത്തുണ്ടാവും, ഭാര്യ ഒരു സ്ഥലത്തുണ്ടാവും, മക്കൾ അതിന്റെ നടുവിലുണ്ടാവും. പിന്നെ എന്ത് ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്? അള്ളാഹു കാക്കട്ടെ. എല്ലാവരുടെ ദാമ്പത്യ ജീവിതത്തിലും അള്ളാഹു ഒരുമ നൽകട്ടെ, സമാധാനം നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.